ശ്രീ ആർ വി ബാബു, ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്നും ഈ പറഞ്ഞ ജലാലുദ്ദീനെ പൊക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നത് ഹിന്ദു യുവതിയായ നീതുവായിരുന്നു. നീതുവിനെ നസ്രീൻ എന്ന് നാമകരണം ചെയ്ത് ഇസ്ലാം മതത്തിൽ ആക്കിയിരുന്നു. നേരത്തെ പരാമർശിച്ചതുപോലെ വിധവകളായ നിർധനരായ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ഹിന്ദു സ്ത്രീകളെയാണ് വിവാഹ വാഗ്ദാനം നൽകി വലയിലാക്കിയത്. ഇവർക്ക് വിദേശത്ത് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തതാണ്, എനിക്കറിയില്ല അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്ന്. RSSുമായി ബന്ധമുണ്ടെന്ന വ്യാജേന ഭാരത് പ്രതികർത്ത് സേവാ സംഘത്തിൻ്റെ ഭാരവാഹി ചമഞ്ഞും ഈ ജലാലുദ്ദീൻ കപട മതേതര കാർഡിറക്കി ഹിന്ദു സ്ത്രീകളെ വീഴ്ത്തിയിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, ഇയാളുടെ ലെറ്റർ പാഡിൽ നരേന്ദ്രമോദിയുടെ ചിത്രവും ദുരുപയോഗിച്ചു. ഇയാൾ മത തീവ്രവാദി മാത്രമായിരുന്നില്ല, നല്ല ഒന്നാം തരം തട്ടിപ്പുകാരനുമായിരുന്നു. നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു രാവണൻ കോട്ട കെട്ടിപ്പൊക്കുക, ആ രാവണൻ കോട്ടയിലെ രഹസ്യങ്ങളെല്ലാം രഹസ്യങ്ങളായി സൂക്ഷിക്കാനും സാധിച്ചു, അതും UP എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ ആർ വി ബാബു? തീർച്ചയായും UP പോലുള്ള ഒരു സംസ്ഥാനത്ത് 6 കോടിയോളം മുസ്ലിം ജനതയുണ്ട് എന്നാണ് പറയുന്നത്. 6 കോടിയോളം പേര് മുസ്ലിങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇരട്ടി ജനസംഖ്യയോളം ആളുകൾ UP മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒട്ടനവധി ജില്ലകളും ഒട്ടനവധി താലൂക്കുകളും ഗ്രാമങ്ങളും ഉണ്ട്. അവിടെ അതിൻ്റെയൊക്കെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ഇപ്പോഴും ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളെയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. അവിടെ ഒരു ഗ്രാമത്തിൽ 40 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു വലിയ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി രാവണൻ കോട്ട എന്നോ രാക്ഷസ കോട്ട എന്നൊക്കെ പറയുന്ന ഒരു വലിയ കെട്ടിടത്തിനകത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിച്ചു. ആ പ്രവർത്തനങ്ങളിൽ നിർബന്ധിച്ചുള്ള മതം മാറ്റമുണ്ട്, ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ, പ്രണയക്കെണിയിൽപ്പെടുത്തി കുട്ടികളെ കൊണ്ടുവരിക, തട്ടിക്കുക, അതേപോലുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ടത് പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എല്ലാ ഏജൻസികളും, അന്വേഷണ ഏജൻസികളും ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പണം ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. 60 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്, 22ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് എന്നൊക്കെയുള്ള വാർത്തകളും ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇത് യോഗിയുടെ ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു, അദ്ദേഹം കർശനമായ നടപടിയെടുത്തു. ആ കെട്ടിടത്തിനെ ഇടിച്ചു നിരപ്പാക്കുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ആക്ഷൻസ് UP സംഭവിച്ചു. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ പറയുന്ന മൃഗീയ ഭൂരിപക്ഷത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് തികച്ചും മതപരിവർത്തന കേന്ദ്രങ്ങളായിട്ടും അതേപോലെ മതഭീകരവാദ കേന്ദ്രങ്ങളായിട്ടാണ്. മതപരിവർത്തനവും ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പല വിധത്തിൽ പല മാർഗത്തിൽ ചതിച്ച് കെണിയിൽപ്പെടുത്തി ഒക്കെ പല രൂപത്തിൽ കുട്ടികളെ, പെൺകുട്ടികളെ, വിധവകളായിട്ടുള്ള സ്ത്രീകളെ, ഇനി വിവാഹിതരായിട്ടുള്ള വീട്ടമ്മമാരെ ഒക്കെ പല രൂപത്തിൽ പ്രലോഭിപ്പിച്ച് പല രീതിയിൽ കെണിയിൽപ്പെടുത്തി ചതിച്ച് ഒക്കെ ഇവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, മതം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ് എന്ന് ഒരു കാരണവശാലും അവർക്ക് തോന്നുന്നില്ല. കാരണം അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, മതവിശ്വാസത്തിനെ അനുസൃതം ചെയ്യുന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ അവർ പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അത് അവർ ദീനിന് വേണ്ടി ചെയ്ത കാര്യമാണ്, അത് സ്വർഗത്തിലേക്ക് അവരുടെ പ്രവേശനം എളുപ്പമാർഗത്തിലുള്ളതാക്കുന്നതാണ് എന്ന വിശ്വാസത്തിൻ്റെ ആ രൂഢമൂലമായ വിശ്വാസത്തിലാണ് അവർ ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ടതല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ എടുത്താൽ
കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നടന്ന സത്യസരണി സമാനമായ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നൊരു സ്ഥാപനമാണ്. അവിടേക്ക് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടായിരുന്നോ? അവിടെ കേരള പോലീസ് മഞ്ചേരിയിലെ സത്യസരണി കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ തയ്യാറായിരുന്നോ? നിരോധിക്കപ്പെട്ട എത്ര നാളുകൾക്ക് ശേഷമാണ് കേരള പോലീസ് സത്യസരണിയിൽ കയറിയത്? സത്യസരണി സീൽ ചെയ്യാൻ തയ്യാറായത് എപ്പോഴാണ്? സത്യസരണിയിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒട്ടനവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അഖില ഹാദിയ കേസൊക്കെ നടന്ന സമയത്ത് അഖില ഹാദിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ, ഇന്ത്യ ടുഡേ നടത്തിയതാ, ജനം TV നടത്തിയതല്ലല്ലോ, ഇന്ത്യ ടുഡേ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മഹിളാ വിഭാഗം നേതാവ് സൈനബ തുടങ്ങിയിട്ടുള്ള ആളുകൾ അത് പറഞ്ഞതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അജണ്ടയുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അജണ്ടയോടുകൂടി. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ആ പെൺകുട്ടി ബിന്ദു, നമ്മുടെ ആ അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അമ്മ ബിന്ദു വെളിപ്പെടുത്തിയ കാര്യമുണ്ട്. അവരവിടെ പോയിരുന്നു. അവിടെ പോയി കണ്ട കാര്യം എന്താണ്? 40-40ഓളം കുട്ടികള്, പെൺകുട്ടികൾ അവിടെ തടവിൽ പാർപ്പിക്കപ്പെട്ട പോലെ കഴിയുന്നു എന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ കേരള പോലീസ് അനങ്ങിയോ? കേരള പോലീസ് അനങ്ങിയില്ല. കോടതിയിൽ കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല, ഇത് തെറ്റാണ് എന്നൊക്കെയാണ്. അപ്പോൾ കേരള പോലീസും കേരള സർക്കാരും ഒക്കെ ഇത്തരം സംഭവങ്ങളോട് അനുകൂലമായ നിലപാട്, ഈ മതതീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്ന സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല, ഇത് തമിഴ്നാട്ടിലുണ്ട്, ഇത് തെലങ്കാനയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ആസാമിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോ കേന്ദ്രങ്ങളിലുണ്ട്. അതിന് സ്റ്റേണായിട്ടുള്ള വളരെ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റുകൾ, അത് ഹേമന്ത് വിശ്വാസ് ശർമ്മയുടെ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ യോഗിയുടെ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റ് ആണ്. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, അതായത് സത്യസരണി അടച്ചുപൂട്ടി, സത്യസരണിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഒക്കെ കണ്ടുകെട്ടി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷവും സത്യസരണിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ വിഷയത്തിലും ചർച്ച നടത്തിയതാണ്. ഇപ്പോഴും സത്യസരണി എന്ന ബോർഡ് വെച്ച് സത്യസരണിയുടെ പ്രവർത്തനം മാത്രമല്ല, സത്യസരണിക്ക് വേണ്ടി ഫണ്ട് പിരിവ് എല്ലാം നിർബാധം നടക്കുന്നുണ്ട്. അല്ല അനിൽ നമ്പ്യാരെ, ഇന്ന് നമ്മുടെ കേരളത്തിന്റെ DGP ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. എന്തായിരുന്നു പ്രസ്താവന? അതായത് PFIയുടെ പ്രവർത്തകര് അവരിപ്പോൾ STPIയിൽ ചേക്കേറി പ്രവർത്തിക്കുകയാണ് എന്നാണ്. ഇന്ന് നമ്മുടെ DGP നടത്തിയ പ്രസ്താവനയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രസ്താവന കൂടി നടത്തി. നമ്മുടെ രാജ്യത്ത് നെക്കോട്ടിക് ടെററിസം ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന്. ഈ നെക്കോട്ടിക് ടെററിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നെക്കോട്ടിക് ജിഹാദ് എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ടെററിസം എന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 ടെററിസമാണുള്ളത്. പ്രധാനമായിട്ടും മുഴുവൻ ഭാരതത്തെയും ബാധിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിൽ 2 ടെററിസമാണുള്ളത്. ഒന്ന് മാവോയിസ്റ്റ് ഭീകരവാദവും, മറ്റൊന്ന് ഇസ്ലാമിക ജിഹാദും, ഇസ്ലാമിക ഭീകരവാദവും. അപ്പോൾ ഈ ഇവിടെ നെക്കോട്ടിക് ഉപയോഗിച്ച് ടെററിസത്തിന് നെക്കോട്ടിക്കിന് ഉപയോഗിക്കുന്നത് ആരാ? മാവോയിസ്റ്റുകൾ പൊതുവെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ല. അവർ കള്ളപ്പണം, ഹവാല, നെക്കോട്ടിക് ഈ രീതിയിലല്ല അവരുടെ പ്രവർത്തനം. പക്ഷേ ഇതിനെ, ഭീകരവാദത്തിന് ഈ പറയുന്ന നെക്കോട്ടിക്, ഹവാല, കള്ളപ്പണം, ഇതിന് കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്ലാമിക് ജിഹാദികളാണ്. അപ്പോൾ രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ടെററിസം നടക്കുന്നു എന്ന് രവത ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് കല്ലറങ്ങാട്ട് പിതാവും പറഞ്ഞത്. പാല ബിഷപ്പ് എന്ന് പറഞ്ഞില്ലേ കേരളത്തിൽ ഈ നെക്കോട്ടിക് ജിഹാദ് പ്രവർത്തിക്കുന്നുവെന്ന്. അപ്പോൾ അന്ന് നെക്കോട്ടിക് ജിഹാദ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കല്ലറങ്ങാട്ട് ബിഷപ്പിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞവരാ. കേസെടുത്തവരാണ്. കേസെടുക്കണം എന്ന് പറഞ്ഞു VD സതീശൻ, കേസെടുത്തു കേരളത്തിൽ. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് ഇവരുടെ സമീപനം എന്താണ് എന്നുള്ളത്. PFIക്കെതിരായിട്ടുള്ള നിലപാട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും 4 മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ PFIക്കെതിരായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായത്. അതും കേരള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരം. എന്തിന് നമുക്കറിയാലോ,
KSRTC പറഞ്ഞു അവർക്ക് ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നടന്നു. ആ KSRTCയുടെ നഷ്ടം നികത്താൻ PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ആ പണം KSRTC കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കാൻ കേരള സർക്കാർ എത്ര കാലം എടുത്തു? ഹൈക്കോടതിയുടെ എത്ര പ്രാവശ്യത്തെ വാണിങ്ങിന് ശേഷമാണ് കേരള സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറായത്? അത് നടപ്പാക്കിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനുള്ള നടപടികൾ ആരംഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ മത തീവ്രവാദ ശക്തികളോട് ഐക്യപ്പെടുന്ന സർക്കാരും പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ നിർബാധം നടക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ, അവിടുത്തെ ഈ പറയുന്ന ഇപ്പോൾ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ പിന്തുണ ഇതിനുണ്ടാകും, അല്ലെങ്കിൽ ആസാമിൽ അവിടുത്തെ മുസ്ലിം സംഘടനകളുടെ പിന്തുണ ഇതിനുണ്ടാകും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. ഇതിനെ ശക്തമായി നേരിടാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഭരണകൂടം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമേ ഇതിനെ തകർക്കാൻ കഴിയൂ. ഇത് രാജ്യത്തിന് നേരെ ഉയർന്നു വരുന്ന ഒരു വലിയ ഭീഷണിയാണ്. ആസൂത്രിതമായി ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അതാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞത്. നമുക്ക് ആ ഭാഗത്തേക്ക് അടുത്ത ചർച്ചയിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും കേരളം മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും, ഉത്തർപ്രദേശ് മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും ഇത്തരം പോക്കറ്റുകളിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതിനു നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനെ ഗൗരവമായി തന്നെ ഓരോ ഭരണകൂടങ്ങളും കണ്ടില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് രാജ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് ഈ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് പറയാനുള്ളത്.